അനഘയുടെ മാന്ത്രിക വിരലുകൾ വീണയുടെ തന്ത്രികളിൽ തഴുകി വിസ്മയം തീർത്തപ്പോൾ നാദബ്രഹ്മത്തിന്റെ വശ്യ സൗന്ദര്യം മാത്രമല്ല കൈവരിക്കാനായത്, തുടർച്ചയായ 4ാമത് വിജയകിരീടം കൂടിയാണ്. 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗം വീണവാദനത്തിൽ എ ഗ്രേഡ് നേടി കൊല്ലം ജില്ലയ്ക്ക് അഭിമാന വിജയം സമ്മാനിക്കാൻ കഴിഞ്ഞതിന്റെ ആഹ്ലാദത്തിലാണ് പുനലൂർ താലൂക്ക് സമാജം ഹയർ സെക്കൻഡറി സ്കൂളിലെ 12ാം ക്ലാസ് വിദ്യാർത്ഥിനി എ അനഘ. മത്സരവേദിയിൽ വീണയിൽ അനഘ പതിവ് ജേതാവാണ്. ഹൈസ്കൂൾ വിഭാഗത്തിൽ 2 തവണയും ഹയർ സെക്കൻഡറിയിൽ 2 തവണയും എ ഗ്രേഡ് നേടി വീണവാദനത്തിൽ സംസ്ഥാന തലത്തിലെ മിന്നും വിജയ കൊയ്ത്തുമായി ഈ മിടുക്കി സംഗീത സപര്യ തുടരുകയാണ്. പുനലൂർ തുമ്പോട് ഓണാട്ടിൽ അനഘ വടക്കേവിള ശ്രീനാരായണ കോളേജിലെ ഓഫീസ് മാനേജർ ബിനോ വി ഗംഗാധരന്റെയും ആർ അനുരാജിയുടെയും മകളാണ്. 3ാം ക്ലാസ് മുതൽ വീണവാദനത്തിൽ പരിശീലനം തുടരുന്ന അനഘയ്ക്ക് ഗുരു ആര്യരാജിന്റെ പിന്തുണയാണ് വേദികളിലെ വിജയത്തിളക്കത്തിന് കരുത്തു പകരുന്നത്. ഇക്കുറി തൃശൂരിൽ സ്കൂൾ കലോത്സവത്തിൽ ആമ്പൽപ്പൂവിന്റെ പേരുള്ള വേദിയിലാണ് അനഘ 12 ജില്ലകളിൽ നിന്നെത്തിയ കലാതിലകങ്ങളോട് മാറ്റുരച്ച് പന്തുവരാളി രാഗത്തിൽ സ്വരരാഗ പ്രവാഹം തീർത്ത് 4ാം തവണയും തന്റെ വിജയ തുടർച്ചയുടെ റെക്കോർഡിട്ടത്. എന്റെ പേര് അനഘ. താലൂക്ക് സമാജം ഹയർ സെക്കൻഡറി സ്കൂളിലെ 12ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഇക്കഴിഞ്ഞ 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കൊല്ലം ജില്ലയെ പ്രതിനിധീകരിച്ച് HSS വിഭാഗം വീണ വിചിത്ര വീണ മത്സരത്തിൽ എ ഗ്രേഡ് കരസ്ഥമാക്കാൻ സാധിച്ചു. എന്റെ 4ാമത്തെ വർഷമാണ്. ഞാനിപ്പം വീണ പഠിക്കുന്നത് ആര്യരാജ് എന്ന് പറയുന്ന ടീച്ചറിന്റെ അടുത്താണ്. എന്റെ കൂടെ സപ്പോർട്ടിനായിട്ട് എന്നോടൊപ്പം നിന്ന് എന്റെ ടീച്ചേഴ്സിനും എന്റെ ഫ്രണ്ട്സിനും എന്റെ ഫാമിലിക്കും എല്ലാം ഒരുപാട് താങ്ക്സ്. 8 വർഷമായി വീണവാദനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന അനഘയ്ക്ക് വയലിനും കീബോർഡും അനായാസേന വഴങ്ങും. പാലക്കാട് ചന്ദ്രന്റെ ശിക്ഷണത്തിൽ ശാസ്ത്രീയ സംഗീത പഠനം തുടരുന്ന ഈ കൊച്ചുമിടുക്കി ഗായികയായും വിവിധ മത്സരവേദികളിൽ വിജയം സ്വന്തമാക്കുന്നു. ഇക്കുറി പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സംസ്ഥാനതലത്തിലെ കലാ ഉത്സവിൽ എ ഗ്രേഡ് വിജയം വീണയിൽ അനഘ നേടിയിരുന്നു. കേരളോത്സവത്തിൽ ജില്ലാതലത്തിൽ വീണയിലും ലളിതഗാനത്തിലും മത്സരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ കൊച്ചുമിടുക്കി. ഒരു ചിന്തനീർ പൂവിറുത്തു ഞാനോമലേ, ഒരു വേള നിന്നീർക്കു നീട്ടില്ല, എങ്കിലും എങ്ങനെ നീ അറിഞ്ഞോ എന്റെ ചെമ്പനീർ പൂക്കുന്നതായി നിനക്കായി, സുഗന്ധം പരത്തുന്നതായി നിനക്കായി, പറയൂ നീ പറയൂ, പറയൂ നീ പറയൂ. ഫോക്സ് ടിവി ന്യൂസ് ബ്യൂറോ, പുനലൂർ.